2026-27 അധ്യയന വർഷത്തേക്കുള്ള അക്കാദമിക് കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. പരീക്ഷകൾ, അവധികൾ, പഠന പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിശദമായ ക്രമീകരണങ്ങളാണ് കലണ്ടറിലുള്ളത്. LP സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കിയതും UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 5 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനമാക്കിയതുമാണ് പ്രധാന പ്രത്യേകതകൾ. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അക്കാദമിക് കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങൾ, പരീക്ഷകൾ, അവധികൾ, പ്രാക്ടിക്കൽ പരീക്ഷകൾ, മാതൃകാ പരീക്ഷകൾ, വാർഷിക പരീക്ഷകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും ചേർന്നാണ് അക്കാദമിക് കലണ്ടർ പ്രകാശനം ചെയ്തത്. പുതിയ കലണ്ടർ പ്രകാരം LP സ്കൂളുകളിലെ ശനിയാഴ്ച പ്രവൃത്തി ദിനം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ പഠന ദിനങ്ങൾ ക്രമീകരിക്കുന്നതിനായി 5 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനങ്ങളായിരിക്കും. അധ്യയന വർഷത്തിലെ ആദ്യ പ്രധാന പരീക്ഷയായ ഓണപരീക്ഷ ഓഗസ്റ്റ് 10 ആരംഭിച്ച് 21 അവസാനിക്കും. അതേ ദിവസം തന്നെ സ്കൂളുകൾ ഓണാവധിക്കായി അടയ്ക്കും. ഓഗസ്റ്റ് 31 അവധിക്ക് ശേഷം ക്ലാസുകൾ പുനരാരംഭിക്കുക. ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 10 ആരംഭിച്ച് 18 അവസാനിക്കും. ഡിസംബർ 18 സ്കൂളുകൾ ക്രിസ്മസ് അവധിക്കായി അടയ്ക്കും. ഡിസംബർ 28 വീണ്ടും സ്കൂളുകൾ തുറക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ +2 വിദ്യാർത്ഥികൾക്കുള്ള പ്രാക്ടിക്കൽ പരീക്ഷകൾ 2027 ജനുവരി 20 ആരംഭിക്കും. SSLC പൊതുപരീക്ഷകൾ 2027 മാർച്ചിൽ നടക്കും. +1, +2 വാർഷിക പരീക്ഷകൾ മാർച്ച് 2 ആരംഭിച്ച് മാർച്ച് 29 അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുൻകൂട്ടി അക്കാദമിക് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി.